പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെറുമുക്കങ്ങാടിയിലെ പാറക്കൻതൊടിക രാജകുഞ്ഞുമൊയ്തീൻ എന്ന വ്യക്തി താമസിച്ചിരുന്ന ഒരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും 100 വർഷത്തിലേറെ പഴക്കമുള്ള ആ വീട്ടിന്റെ ചില കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 104 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീടാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോഴും സ്ഥിരതാമസക്കാരൊക്കെ ആ വീട്ടിലുണ്ട്. അപ്പോ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആ കുടുംബത്തിലെ ഇപ്പോഴുള്ള താമസക്കാരനായ മുസ്തഫ എന്ന ബാവയാണ് വിവരങ്ങൾ നൽകുന്നത്. 1938-39 വർഷത്തെ കലണ്ടറാണ് ഈ കാണുന്നത്. ഇതവിടെ ഫ്രെയിമിൽ ചുമരിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ബാവ എന്ന വ്യക്തി നമ്മോട് സംസാരിക്കും. ഇതിന്റെ ഉള്ളില് കലണ്ടർ ഉണ്ട്. അത് 38-39 1938-39. അപ്പൊ അന്ന് കലണ്ടർ വെച്ചാണെങ്കിലും 15 വർഷം പഴക്കമുണ്ടാവും. പറഞ്ഞു വരുമ്പോ 104 വർഷം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, ഈ വീടിന് 104 വർഷം. എന്താ നിങ്ങളുടെ പിന്നെ ഈ തറവാട് പേരില്ലേ? തറവാട് ഈ തറവാടിന് പറഞ്ഞ പാറക്കൻതൊടി തറവാട്. ഇവിടേക്ക് പറയല് പാറക്കൻതൊടിക എന്നാണ്. ഇപ്പൊ എന്റെ അനിയനാണ് താമസിക്കുന്നത്, ഉമ്മയും അനിയനും. അതിന്റെ മുമ്പ് എന്റെ വാപ്പ, പിന്നെ അതിന്റെ മുമ്പ് വാപ്പാന്റെ വാപ്പ, അങ്ങനെ പോയി. അതിന് മുമ്പത്തെ അറിയില്ല. അതിന്റെ മുമ്പുള്ള ആളുണ്ടാക്കിയ വീടാണ് ഇത്. ഏത് വല്യപ്പാന്റെ അമ്മോശം ഉണ്ടാക്കിയ വീടാണ്. അവരിപ്പോ മരിച്ചിട്ട് കുഞ്ഞു കോഴിക്കാട്ടിൽ കുഞ്ഞുപോക്കരാജ് പറഞ്ഞ ആൾ മരിച്ചിട്ട് എനിക്കറിയില്ല. അവരെ ഫോട്ടോ കണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അമ്മനെ വരെ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ 16 വർഷമായി, 85 വയസ്സായിട്ടുണ്ടാവും പെണ്ണിങ്. അത്രത്തോളം വർഷം പഴക്കമുള്ള പല ഫർണിച്ചറുകളും മറ്റു സാമഗ്രികളും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നു. ഈ കസേരനെ കുറിച്ചിട്ട് എത്ര വർഷം പഴക്കം? ഇതുണ്ടാവും ഏകദേശം 104 വർഷം പഴക്കം. ഇത് എന്റെ ഉപ്പാന്റെ വല്യപ്പ കൊടുത്തതാണ്. ഉപ്പ പെണ്ണിങ് 85 വയസ്സായി. ഉപ്പാന്റെ അമ്മോശം കൊടുത്തതാണ്. അപ്പൊ എന്താ വെച്ചാൽ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വല്യമ്മാന്റെ ഉപ്പ കൊടുത്തതാണ്. വല്യമ്മ മരിച്ചിട്ട് 58 വർഷമായി. അവര് വല്യമ്മാന്റെ ഈ 58 വർഷമായ വല്യമ്മാന്റെ വാപ്പ കൊടുത്ത കസാലാണ്. മരിച്ചിട്ട് 58 വർഷമായി. അതിന്റെ വാപ്പ കൊടുത്ത കസാലയാണിത്. ചുരുക്കം പറഞ്ഞാൽ ഈ വീട് കുടിയിരിക്കലിന് കൊടുന്ന വീട് ഇതാണ് കസാല. വർഷം ഞങ്ങളിപ്പോ മൂന്നാമത്തെ തലമുറ കഴിഞ്ഞു തുടങ്ങി. 4ാം തലമുറയാണിത്. എല്ലാം ഉത്തന കുന്താണി പഴയ കാലത്ത്. ഇതും അത്ര വർഷം തന്നെ പഴക്കമുണ്ടല്ലോ. അത്ര വയസ്സ് 104 വർഷം പഴക്കമുണ്ടാവും. ഇത് നമ്മൾ പഴയ നടുലറാന്നൊക്കെ പറയുന്നത്. പഴയ കാലത്ത് നടുലറാന്നൊക്കെ പറയണ റൂമാണിത്. നടുലറ ഇവര് പറഞ്ഞു കേൾക്കുന്ന കേൾവിയാണ്. എനിക്ക് അത്ര അറിവില്ല. അന്ന് നടുലറാന്ന് പറയും. ഇതാണ് കോണി. കോണിയാണ് പോകാൻ. പിന്നെ ഇതിന് അടക്കണ ടോപ്പും കാര്യങ്ങളൊക്കെ മേലിന് ആളിറങ്ങാതിരിക്കാനുള്ള ടോപ്പ്. മുകളിൽ കള്ളന്മാരൊക്കെ വന്നാല് ഇറങ്ങാതിരിക്കാനുള്ള ഡോറൊക്കെ ഉണ്ട്. ഡോർ നിലവിലുണ്ട്. ചെമ്പ് നെല്ലിന്റെ പറ അല്ലെ? നെല്ല് പറ. അതിന് വലിയ വെള്ളം നെല്ല കുഴിങ്ങ. പിന്നെ ഇത് അത്രയും പഴക്കമുള്ള വടിയാണ്. വല്യപ്പാന്റെ ഇത് രാജകുഞ്ഞുമൊയ്തീൻ പറഞ്ഞ അയാളെ വടിയാണ്. മേലെ പിച്ചളൊക്കെ നമ്മളെ വല്യപ്പ കാഞ്ഞിരത്തൊടി രാജകുഞ്ഞുമൊയ്തീൻ എന്ന് പറഞ്ഞ നിങ്ങളെ വടിയാണ്. ഈ വീടിന്റെ ഉടമസ്ഥന് അല്ലേ? കസാല അറിഞ്ഞില്ല. വടി കുത്തിപ്പിടിച്ച ആളെ അമ്മോശം കൊടുത്ത കസാല. അത് ശരിയാ. അങ്ങനെ അത്രത്തോളം വർഷം പഴക്കമുണ്ടല്ലേ ഈ ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് മോഡലായി വരുന്നത് അല്ലേ? 104 വർഷം. 104. ഇന്ന് കാണുന്ന പല പുരാവസ്തുക്കളും പലതും അവിടെ നശിച്ചു പോയിട്ടുണ്ട്. സൂക്ഷിക്കാൻ കഴിയാത്തതിനായിരിക്കും കാരണം. ഘടികാരമാണ് ഈ കാണുന്നത്. ഇതിന്റെ ട്യൂണ് കാര്യങ്ങളൊക്കെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണിത്. ആങ്കർ ഇത് ചുമരിലൊക്കെ വെച്ചിട്ടുണ്ട്. പലയിടത്തും കാണുന്നുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ.
ഇന്നൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന മഞ്ചപ്പത്തായം എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്. വളരെ വളരെ വൃത്തിയായി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന സംഭവം തന്നെയാണ് ഇത്. ഇന്നൊക്കെ വീടുകളിൽ നമ്മൾ കാണാത്ത ഒരു തരം സാധനം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഉരലുകള്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു അന്ന് നിർമ്മിച്ച ഒരു കിണറാണ്. വളരെ ആഴമുള്ളൊരു കിണറാണ്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. മൂലോടിന്റെ അവശിഷ്ടമാണിത്. ഇത് പൊട്ടിയതാണ്. ഇത് അങ്ങനെ തകരാനുള്ള സാഹചര്യമൊന്നുമില്ല. ഓടൊക്കെ നല്ല അക്കാലത്ത് ഉണ്ടാക്കിയ ഓടുകൾ. 1940 അല്ലേ? 40. 1940 ആധാരങ്ങളും അങ്ങനത്തെ പല വേണ്ടപ്പെട്ട സാധനങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? പഴയ കാലത്തെ പെട്ടി വലിയ ഒക്കെ ഉപയോഗിച്ചിരുന്നല്ലേ? അത് ശരി. ഇത് ഏകദേശം അതുമാതിരി തന്നെ ഫോൺ വന്നതിന് ശേഷം ആദ്യകാലത്തുണ്ടായ ഫോൺ. 104 വർഷം പഴക്കമുള്ള ഈ വീട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ചിലപ്പം മറ്റുള്ളവർക്കൊന്നും അതിശയമായി തോന്നുന്നില്ല. എങ്കിലും ഇന്നൊക്കെ കാണാൻ കഴിയാത്ത ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു വീടുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത്. ചില ഇടങ്ങളിലൊക്കെ ഉണ്ടാവാം. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ നമുക്കിന്ന് പുതിയ തലമുറക്ക് ഒരു കൗതുകം തന്നെയാണ്. ഇവിടെ സൂക്ഷിച്ച പല വസ്തുക്കളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്കൊരു കൗതുകം തന്നെയാണിത്.